അഗപ്പെ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കൗൺസിലിംഗ് കോഴ്സിന്റെ 4ാമത്തെ ബാച്ചിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. എല്ലാവരെയും സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രി നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലായി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദിവസത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നല്ല അവസ്ഥകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ കൗൺസിലിംഗ് കോഴ്സിന്റെ 3 ബാച്ചുകൾ നല്ല വിജയകരമായ രീതിയിൽ പൂർത്തീകരിക്കാൻ കർത്താവ് സഹായിച്ചു. ഇന്നു മുതൽ ആരംഭിക്കുന്ന 4ാം ബാച്ചിന്റെ ക്ലാസ്സുകളും അനുഗ്രഹമായി നടപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന എല്ലാ പഠിതാക്കൾക്കും അതേറെ അനുഗ്രഹമായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയ്ക്ക് പ്രവർത്തനങ്ങൾക്ക് അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും കർത്താവ് വളരെ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ജോസഫ് സാറിനായി സ്തോത്രം. മറ്റ് ക്ലാസ്സുകൾ എടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാ അധ്യാപകരോട് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കുമാറാകണമേ. ഒരു തടസ്സവും കൂടാതെ ഈ ഒരു വർഷം കർത്താവ് നല്ല രീതിക്ക് പഠനം പൂർത്തീകരിക്കാനായിട്ട് എല്ലാ പ്രിയപ്പെട്ട സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. നെറ്റിന്റെ പ്രയാസങ്ങളോ ഒന്നും കൂടാതെ രാത്രി കർത്താവ് ദിവസത്തിനായി പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന ജോർജ് സാറിനായി സന്ദാസനെ അനുഗ്രഹിക്കണമേ. ധാരാളമായി അനുഗ്രഹിച്ചാട്ട് കർത്താവ് രാത്രി എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഞാനെല്ലാം കേട്ടകവിക്കായി സ്തോത്രം. സകലമേനാമത്തെ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. തുടർന്ന് നമുക്ക് മനോഹരമായിരിക്കുന്ന ഒരു ഗാനം കേൾക്കാം. അതിനായിട്ട് സിസ്റ്റർ സൂസൻ ഐസക് എന്നെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സിസ്റ്റർ സൂസൻ ഐസക്, വയനാട്, തുടർന്ന് ഒരു ഗാനം ആലപിക്കും. കേൾക്കാമോ? ഓക്കെ, കേൾക്കാം, പാടിക്കോളൂ. ഓക്കെ, നമുക്കൊരു പാട്ട് പാടാം. പഴയ ഒരു ഗാനമാണ്, ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനമാണ്. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എൻ നാഥൻ വല്ലഭൻ എന്നാളുമേ. എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ, എൻ നാഥൻ വല്ലഭൻ എന്നാളുമേ. എന്നെ സ്നേഹിച്ചവൻ, എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. എന്നെ സ്നേഹിച്ചവൻ, എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ തന്നവൻ എൻ രക്ഷകൻ. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ, ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ ചേർത്തതാ കീർത്തിക്കും ഞാനാ വൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനെൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനാ വൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനെൻ അന്ത്യനാൾ വരെ. വന്ദനം നാഥനെ എൻ രക്ഷകാ, നിന്ദിച്ചു നിന്നെ ഞാൻ എൻ ദോഷത്താൽ. വന്ദനം നാഥനെ എൻ രക്ഷകാ, നിന്ദിച്ചു നിന്നെ ഞാൻ എൻ ദോഷത്താൽ. എൻ പേർക്കീ കഷ്ടത ക്രൂരതയും വഹിച്ചു എൻ പേർക്കായി എൻ രക്ഷകാ. എൻ പേർക്കീ കഷ്ടത ക്രൂരതയും വഹിച്ചു എൻ പേർക്കായി എൻ രക്ഷകാ.
ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ, ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ ചേർത്തതാൽ കീർത്തിക്കും ഞാനാ വൻ സ്നേഹത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനാ വൻ സ്നേഹത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. ഞാൻ ചെയ്ത പാതകം ക്ഷമിച്ചു നീ, സ്വന്തമായ എന്നെ നീ സ്വീകരിച്ചു. വീഴാതെ താങ്ങണേ അന്ത്യനാൾ വരെ, നടത്തി പോറ്റുക എൻ ദൈവമേ. വീഴാതെ താങ്ങണേ അന്ത്യനാൾ വരെ, നടത്തി പോറ്റുക എൻ ദൈവമേ. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ ചേർത്തതാൽ കീർത്തിക്കും ഞാനാ വൻ സ്നേഹത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനാ വൻ ത്യാഗത്തെ, വർണ്ണിക്കും ഞാനൻ അന്ത്യനാൾ വരെ. യോനാസവ് വരെയോ? പ്രൈസ് ദി ലോർഡ്. അതിമനോഹരമായിരിക്കുന്ന ഈ ഗാനം കേൾക്കാനായിട്ട് സഹായിച്ചാൽ പ്രിയ സഹോദരി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന ജോർജ് സാറ്, ഇന്ന് ക്ലാസ് എടുക്കുവാനായിട്ട് കടന്നിട്ടുള്ള തോമസ് സാറ്, ജോസഫ് സാറ്, അഗപ്പെ മിഷന്റെ ഡയറക്ടർ ബോർഡിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, ഇവരെല്ലാം വളരെ സ്തുതിക്കുക. എല്ലാവരെയും ഈ മീറ്റിംഗ് യഥാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ്, കൗൺസിലിംഗ് കോഴ്സിനെ കുറിച്ചെല്ലാം ചില വിവരണം നൽകേണ്ടതിനായിട്ട് കർത്താവ് ബഹുമാന്യ ദേവദാസൻ ജോസഫ് വടക്കാട്ട് സാറിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗ് ആദ്യ മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ ദൈവദാസിമാർ, എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മുടെ ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ജോർജ് സാറുണ്ട്. എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന അഗപ്പെ മിഷന്റെ ബോർഡ് അംഗങ്ങൾ, അവരെയെല്ലാം നന്ദി അറിയിക്കുന്നു. ജോർജ് സാറെ, നമ്മുടെ ഗ്രൂപ്പിൽ 100-ലധികം പേർക്ക് കയറാമല്ലോ അല്ലേ? 100-ലൂടെ നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ജോർജ് സാറെ, കുഴപ്പമില്ല. ആ, ഓക്കെ. നമ്മുടെ ഗ്രൂപ്പില് 190 പേര് ചേർന്നിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് പലർക്കും എങ്ങനെ എൻ്റർ ചെയ്യാനൊക്കെ പ്രയാസമുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഇപ്രാവശ്യം ഞാൻ ചിലർക്കൊക്കെ നമ്മുടെ ലിങ്ക് ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം മുതൽ ഗ്രൂപ്പിൽ ഇടുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകിച്ച് എല്ലാവരെയും അറിയിക്കുന്നു. ഒന്നുണ്ട് കാര്യങ്ങൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നു. ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലും നമ്മുടെ പട്ടണങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് അൺറീച്ച്ഡ് ആയിട്ടുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കർത്താവിൻ്റെ സ്നേഹം, അതായത് അഗാപ്പെ എന്ന് പറഞ്ഞാൽ അറിയാലോ, ലവ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്നേഹം എത്തിക്കാൻ വേണ്ടി 1995 കർത്താവിൻ്റെ ദാസൻ അലക്സാണ്ടർ സാറ് പ്രാർത്ഥിച്ച് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് അഗാപ്പെ മിഷൻ. അഗാപ്പെ മിഷന്റെ കീഴിൽ ഇപ്പോൾ ഏതാണ്ട് 200ഓളം കൂട്ടായ്മകൾ നമുക്ക് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തൊക്കെ ആയിട്ടുണ്ട്. ഇത്രത്തോളം വളർത്തി. അഗാപ്പെ മിഷന്റെ ഒരു വിദ്യാഭ്യാസ സംരംഭമാണ്, ഹൈസ്കൂളാണ് ABTI എന്നറിയപ്പെടുന്നത്, അഗാപ്പെ ബൈബിൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ABTIക്ക് BTH കോഴ്സ്, MD കോഴ്സ് എല്ലാം റെഗുലർ ആയിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് ഓൺലൈൻ കൗൺസിലിംഗ് ക്ലാസ് ഇപ്പോൾ നടക്കുന്നത്. ഇത് നമ്മുടെ 4ാമത്തെ ബാച്ചാണ്. 3 ബാച്ചുകൾ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു.
എൻ്റെ ഒരു ആഗ്രഹം നമ്മൾ 1000 സുവിശേഷകരെയെങ്കിലും അടിസ്ഥാനപരമായി കൗൺസിലിംഗ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി 1000 സുവിശേഷകരെയെങ്കിലും കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇറക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. ഇതിൻ്റെയൊക്കെ പ്രാധാന്യമൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ വിശദീകരിക്കാൻ ടൈം എടുക്കുന്നില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസന്റെ മകന്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന്, അവനൊരു മോഷണ സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് സ്കൂളിൽ തൻ്റെ കൂട്ടുകാരുടെ ബാഗിൽ നിന്നും പൈസയും വില പിടിച്ച സാധനങ്ങളൊക്കെ അവൻ മോഷ്ടിക്കുക. അപ്പം ഈ വിവരം സ്കൂൾ അധികാരികൾ അറിഞ്ഞു, ഹെഡ്മാസ്റ്റർ അറിഞ്ഞു, ടീച്ചേഴ്സ് അറിഞ്ഞു. അവരെല്ലാം അവരോട് വളരെ രൂക്ഷമായി ഇടപെട്ടു. അപ്പനെ വിളിച്ചു വരുത്തി. ഇത് പാസ്റ്ററാണ്. അദ്ദേഹം തൻ്റെ മകനെ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. വല്ലാതെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. ഈ കുഞ്ഞിന് ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്ന ഒരു മാനസിക രോഗാവസ്ഥയാണ്. മോഷണ സ്വഭാവം അത് അവൻ്റെ ഒരു കുഴപ്പമല്ലത്. ആ പിതാവ് ആരോ പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ ആ അപ്പനോട് പറഞ്ഞു, പാസ്റ്ററോട് പറഞ്ഞു, മോന് ഇങ്ങനൊരു മാനസികാവസ്ഥയാണ്. പാസ്റ്റർ പറയുന്നത് ഇതെന്തോ പിശാച് ബാധയാണ്, പിശാചിന്റെ ഉപദ്രവവാസാറേ എന്നാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇത് അവനുള്ള ഒരു പ്രത്യേക സ്വഭാവമാണ്. നിങ്ങൾ ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ കൗൺസിലറെ കാണിക്കണം, കൂടെ പ്രാർത്ഥന വേണം, കൗൺസിലിംഗ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പിതാവ് സമ്മതിച്ചില്ല. ചില മാസങ്ങൾക്ക് ശേഷം ഞാനൊരു വിവാഹ പാർട്ടിയിൽ വെച്ച് ഈ പയ്യനെ കാണുകയാണ്. അവൻ്റെ കയ്യിൽ പൊള്ളിയൊരു പാട് കണ്ട് ഞാൻ അവനോട് ചോദിച്ചു, ഇതെന്ത് പറ്റിയതാ? അവൻ പറഞ്ഞു അടുക്കളയിൽ കയറിയപ്പോൾ പൊള്ളിയതാന്ന് പറഞ്ഞു. ഞാൻ അവനെ ഒന്നും കൂടെ ചേർത്ത് നിർത്തി അവനോട് ചോദിച്ചപ്പോൾ അവൻ കരയാൻ തുടങ്ങി, വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. അവൻ്റെ അപ്പന് ഇവനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതെ ചട്ടുകം പഴിപ്പിച്ച് കയ്യിൽ ഇങ്ങനെ വെച്ച് പൊള്ളിച്ചതാണ്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആ പിതാവിന് മനസ്സിലായില്ല ഇതിങ്ങനെ ഒരു രോഗാവസ്ഥയാണ് എന്ന്. കൗൺസിലിങ്ങിന്റെ ബാലപാഠങ്ങളെങ്കിലും അറിയാവുന്നവർക്ക് ഇതൊരു രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കി ആ കുഞ്ഞിനെ ചികിത്സിച്ചിരുന്നെങ്കിൽ ഇത് 10-15 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ്. ആ മനുഷ്യൻ പിന്നീട് ശുശ്രൂഷ എന്നെല്ലാം പോയി, കുടുംബം ഇവിടുന്ന് സ്ഥലം വിട്ടുപോയി. ആ പയ്യനിപ്പോൾ ഒരു 30 വയസ്സിലേറെ പ്രായം കാണും. എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും വലിയ നാശം ആ കുടുംബത്തിനുണ്ടായി. അപ്പോൾ നമ്മൾ കർത്താവിന് വേലയിലായിരിക്കുന്നവരും സുവിശേഷ വേല ചെയ്യുന്നവരും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരൊക്കെ അത്യാവശ്യം കൗൺസിലിങ്ങിന്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ വളരെ വളരെ പ്രയോജനമായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് ആരംഭിച്ചത്. ഇതൊരു 1 ഇയർ കോഴ്സാണ്. എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 8:30 നമ്മുടെ ക്ലാസ്. എല്ലാ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൺഡേ, അതായത് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച ഒഴിവാണ്. കാരണം ആദ്യ തിങ്കളാഴ്ച നമ്മുടെ കോളേജിൽ റെഗുലർ ബൈബിൾ ക്ലാസ് നടക്കുന്നതാണ്. രാത്രിയിലും അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാ മാസത്തിൻ്റെ ആദ്യ തിങ്കളാഴ്ച നമുക്ക് ഈ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ക്ലാസ് മലയാളത്തിലായിരിക്കും, എങ്കിലും മെയിൻ പോയിന്റ്സ് ഇംഗ്ലീഷിലും പറയുന്നതാണ്. അയാട്ടയുടെ അംഗീകൃത സർട്ടിഫിക്കറ്റാണ് നമ്മൾ നൽകുന്നത്. ടീച്ചേഴ്സ് എല്ലാം വളരെ പ്രാഗൽഭ്യമുള്ളവരും നല്ല ഉന്നതമായ വിദ്യാഭ്യാസമുള്ള സെക്യുലർ മേഖലയിൽ കൗൺസിലിംഗ് നടത്തുന്നവരും ഒക്കെയാണ് നമ്മുടെ അധ്യാപകർ. എല്ലാവർക്കും ഡോക്ടറേറ്റ് ബിരുദമുള്ളവരാണ്. ഞാനൊഴികെ അധ്യാപകരിൽ സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് ബിരുദമുള്ളവരാണ് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് 42 ക്ലാസ്സുകളാണ് എടുത്തുതരുന്നത്. ഏതാണ്ട് 30-ലധികം വിഷയങ്ങൾ, 40-ലേറെ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇതിനായിട്ട് ഒരു പ്രത്യേക നോട്ട്ബുക്ക് കരുതി വേണം വരുവാൻ. നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാൻ പാകത്തിനാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. വളരെ സ്ലോയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പം നാളെ മുതൽ, ഇന്ന് ക്ലാസ് എടുക്കുന്ന സാറ് ആ വിഷയത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇന്ന് തരുന്നുള്ളൂ. അടുത്ത തിങ്കളാഴ്ച മുതൽ തൊട്ടടുത്ത തിങ്കളാഴ്ച നമുക്ക് ക്ലാസ് ഇല്ല, കാരണം മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച ആയതുകൊണ്ട്. ജൂൺ ആദ്യ തിങ്കളാഴ്ചയില്ല. തുടർന്ന് വരുന്ന 8-ാം തീയതിയാണ് ഇനിയത്തെ ക്ലാസ് ഉള്ളത്. അപ്പോൾ അന്നൊരു നോട്ട്ബുക്കുമായിട്ട് എല്ലാവരും വരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ ആരെങ്കിലും നോട്ട് എഴുതിയെടുത്ത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് എഴുതിയെടുത്ത് എനിക്ക് അയച്ചു തന്നാൽ തിരുത്തൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ആ നോട്ട് കൊടുക്കുകയും ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെ വളരെ മനോഹരമായി നോട്ട് എഴുതി എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വിധത്തിൽ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പഠിക്കുന്ന ക്ലാസ്സുകൾ നമുക്ക് കോൺടാക്ട് ക്ലാസ്സുകളായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 3-4 കോൺടാക്ട് ക്ലാസ്സുകൾ, ഫാമിലി സെമിനാർ, യൂത്ത് സെമിനാർ ഒക്കെ ആയിട്ട് നമ്മൾ നടത്തുന്നതാണ്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പുറകെ എല്ലാവരെയും അറിയിക്കുന്നതാണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ
മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഏർപ്പാടല്ല എന്നും മറ്റുള്ള മനുഷ്യരുടെ വേദനകൾ മനസ്സിലാക്കാനും പങ്കുവെക്കുവാനുള്ള ഒരു മനസ്സുള്ളവർക്കെല്ലാം അടിസ്ഥാനപരമായ വിവരം കൊടുക്കുവാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. കൗൺസിലിംഗ് എന്താണെന്ന് ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടാണ് നമ്മളിവിടെ എല്ലാം വന്നിരിക്കാൻ നമുക്ക് കഴിയുന്നത്. ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് കൗൺസിലിങ്ങിന് ഞാൻ കൊടുത്തിരിക്കുന്ന നിർവചനം. പിന്നെ മറ്റൊരു കാര്യം പലരും ചോദിക്കുന്നു, ഫീസ് എങ്ങനെയാണ്? നിശ്ചിതമായൊരു ഫീസ് നമ്മൾ വെച്ചിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. വളരെ സാമ്പത്തികം കുറഞ്ഞവരും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിശ്ചിതമായ ഫീസ് വെച്ചിട്ടില്ല. എന്നാൽ ദൈവം ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്ന കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് എപ്പോഴാണോ അതിന് ദൈവം തോന്നിക്കുന്നത് അപ്പോൾ ഒരു സംഭാവന വൺ ഡേയുമായിട്ടോ അല്ലാതെയോ ഈ കോഴ്സിൻ്റെ ഏതെങ്കിലും കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളെല്ലാം അങ്ങനെ ആളുകൾ നൽകിയിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് ഇനി എല്ലാ ക്ലാസ്സുകളിലും വിശദീകരിക്കുന്നില്ല. സാമ്പത്തിക ആവശ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാനുള്ള നമ്പർ ഇതിലിടുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കോഴ്സിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചേർന്നവർ ഇപ്പം ഈ ഗ്രൂപ്പിൽ തന്നെ കഴിഞ്ഞ ബാച്ചിലൊക്കെ പഠിച്ചവർ വന്നിട്ടുണ്ട്. അവർക്കൊന്നും പിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. കാരണം അത്ര അധികം ഒരു ആത്മബന്ധം 1 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ നമ്മൾ കൗൺസിലിംഗ് ക്ലാസ്സുകൾക്ക് വേണ്ടി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ ദേവദാസന്മാരെ വിളിക്കുമ്പോൾ പോകുമ്പോൾ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ നമ്മൾ ഒന്നിച്ച് പഠിച്ച സഹോദരങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാരണം അത്ര വലിയ ആഴമേറിയൊരു ബന്ധം ഈ കഴിഞ്ഞ 3 ബാച്ചുകൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. 4ാമത്തെ ബാച്ച്, ഈ ബാച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അപ്ലിക്കൻസ് ലഭിച്ചത്. ഈ ബാച്ചാണ്, 4ാമത്തെ ബാച്ചാണ്. അതിൽ MBA-കാരുണ്ട്, MSc BEd-കാരുണ്ട്, സൈക്കോളജിയിൽ മാസ്റ്റർ ബിരുദമുള്ളവരുണ്ട്, കൗൺസിലിംഗ് നടത്തുന്നവരുണ്ട്, വളരെ ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവരും നല്ലൊരു ശതമാനം ദൈവദാസന്മാരും ഒക്കെയാണ്. അങ്ങനെ വളരെ മനോഹരമായൊരു ഗ്രൂപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓരോ ക്ലാസ്സിൻ്റെ അവസാനം ചില സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ട്. മറ്റ് വിശദാംശങ്ങളെല്ലാം പുറകാലെ നമുക്ക് പഠിക്കാം. സമയക്കുറവ് കൊണ്ട് ഞാൻ ക്ലാസ്സിൻ്റെ അവസാനം എന്തെങ്കിലും നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ട്. ഇനിയും ഇന്ന് 10-15 പേരെ ഇന്നാണ് ചേർത്തത്. അനേക ആളുകൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയും ആരെങ്കിലും ചേർക്കുമോ എന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ 4-5 പേരെ കൂടെ ചേർക്കുന്നതിനൊരു കുഴപ്പമില്ല. അത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൈവശമുള്ളവർ അത് പൂരിപ്പിച്ച് അയച്ചു തന്നാൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ കൗൺസിലിംഗ് കോഴ്സ് പ്രാർത്ഥിച്ച് സമർപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അഗാപ്പെ ഗോസ്ബൽ മിഷൻ്റെ സ്ഥാപക പ്രസിഡൻ്റ് ആയിരിക്കുന്ന പാസ്റ്റർ PM അലക്സാണ്ടർ സാറാണ്. ഞങ്ങൾ ബാല്യകാലം മുതൽ ഒന്നിച്ച് വളർന്നവരാണ്. കോളേജിലും ബൈബിൾ കോളേജിലെല്ലാം ഞങ്ങൾ ഒന്നിച്ച് സഹപാഠികളായിരുന്നു. ഇപ്പോഴും ഒരേ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. കർത്താവിനുദാസനെ ഈ കൗൺസിലിംഗ് കോഴ്സ് 4ാമത്തെ ബാച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നതിന് വേണ്ടി ഏതാനും വാക്കുകൾ സംസാരിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട PM അലക്സാണ്ടർ സാറെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം, അനുഗ്രഹിക്കപ്പെട്ട ഈ കൗൺസിലിംഗ് കോഴ്സിന്റെ പ്രാരംഭ ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ എനിക്കും ദൈവം സഹായിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 4ാമത്തെ ബാച്ചിൽ പഠിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും അധ്യാപകർക്കും അഭൂതകാംക്ഷികൾക്കും ഒക്കെ ദൈവനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 3 ബാച്ചിലും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ കോഴ്സ് നടത്തുവാൻ ഇടയായി തീർന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയ കർത്താവിനുദാസൻ പാസ്റ്റർ ജോസഫ് ഇടക്കാട്ട് സാറ് ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുവാനും ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം സഹായിച്ചു. ഇപ്പോൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അഗപ്പെ ഗോസ്ബൽ മിഷൻ 1995 ആരംഭിക്കുമ്പോൾ എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ കർത്താവിൻ്റെ ദാസൻ ജോസഫ് ഇടക്കാട്ട് സാറ് കടന്നു വന്ന് ഓർത്ത് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഉള്ള പദവി അലങ്കരിക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ വലിയൊരു ദർശനമാണ് ഇങ്ങനെ ഒരു കൗൺസിലിംഗ് കോഴ്സ് ആരംഭിക്കുക എന്നുള്ളത്.
നിങ്ങൾക്ക് പലർക്കും അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം നമ്മുടെ കേരളത്തിൽ ഉള്ള സ്കൂളിന്റെ ഏറ്റവും വലിയ സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത ഒരു കർത്താവിന്റെ ദാസനാണ്. തൻ്റെ ജീവിത അനുഭവത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ തനിക്ക് ലഭിച്ച പാഠങ്ങള് അല്ലെങ്കിൽ പഠിച്ച പാഠങ്ങൾ, ലഭിച്ച അനുഭവങ്ങളിൽ നിന്നൊക്കെ താൻ മനസ്സിലാക്കിയ കാര്യങ്ങള് ഈ കൗൺസിലിംഗ് കോഴ്സിൽ കൂടെ താൻ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അനേകരെ കൈപിടിച്ച് ഉയർത്തി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ തൻ്റെ ഈ പ്രവർത്തനം മൂലം ഇടയായിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അധികം ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അധികമായിട്ടൊന്നും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ വചനത്തില് നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ മനോവ്യസനത്താൽ ഭാരപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കൈപിടിച്ചുയർത്തി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഈ ക്ലാസ് മുഖാന്തരം ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ കഴിഞ്ഞിടയിലും നമ്മളിപ്പോൾ ഈ ന്യൂസിലൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് വായിച്ച ഒരു ഭാര്യയും ഭർത്താവും 67 വയസ്സും 55 വയസ്സുള്ള ഒരു കപ്പിൾസ്. അവര് പിന്നെ പ്രവാസികളാണ്. വിദേശത്തേക്ക് മടങ്ങി പോകുന്നതിന്റെ തലേ ദിവസം തന്നെ അത് ഭർത്താവ് ഭാര്യയെ പിന്നെ ശ്വാസം പൊട്ടിച്ച് കൊന്ന ശേഷമായിട്ട് താൻ കെട്ടിത്തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്ന് വായിക്കാൻ കൊണ്ടിടയായി തീർന്നു. അവർക്കൊക്കെ ജീവിതത്തിലുള്ള ആ പിരിമുറുക്കം അല്ലെങ്കിൽ മനോവ്യസനം അവർക്ക് ജീവിതത്തിൽ ഉണ്ടായി. അതിനെ തരണം ചെയ്യുവാൻ, അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ അവര് തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. എന്നാൽ അവർക്കൊക്കെ ഇങ്ങനെ ഒരു കൗൺസിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരും. അതിന് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ കൗൺസിൽ ജീവിതത്തെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വാക്യം ഞാൻ വായിക്കുന്നുണ്ട്. സദൃശവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, തണുപ്പിക്കുന്നവന് തണുപ്പ് ലഭിക്കും. അപ്പൊ അനേകരെ തണുപ്പിക്കുവാൻ തൊക്കെയാണ് ഈ കോഴ്സ് മൂലം ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ കൗൺസിൽ ആണല്ലോ. ഇതിൽ കൂടി അനേകർക്ക് ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിപ്പിക്കുവാൻ, പ്രത്യാശ വർദ്ധിപ്പാൻ ഇടയായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പഴയ നിയമത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഈ എനിക്ക് തോന്നുന്നത് 2 ദിനവൃത്താന്ത പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, 20-ാം അധ്യായത്തിൽ യഹോശാഫാത്ത് രാജാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കല് വളരെ പ്രതിസന്ധിയിലായി. അന്നേരം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്കിലും എൻ്റെ കണ്ണ് നിങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന് രാജാവ് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെ പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന അനേകര് നമ്മുടെ ചുറ്റും ഉണ്ട്. അവരെ ആ പ്രതിസന്ധിയിൽ അവർക്ക് തരണം ചെയ്യുവാൻ ആവശ്യമായ ഒരു ആശ്വാസവാക്ക് അല്ലെങ്കിൽ അത് കൊടുക്കുവാൻ തൊക്കണം ഈ കൗൺസിൽ പഠിക്കുന്ന നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ആരും ഇടയ്ക്ക് നിർത്തിവെച്ച് പോകരുത്. എല്ലാവരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കണം. എങ്കിൽ മാത്രമേ ഇതിന്റെ ഫലം നമുക്ക് ലഭിക്കാൻ തൊക്കണം ഇടയായി തീരത്തുള്ളൂ. ദൈവം നമ്മെക്കുറിച്ചൊക്കെ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങൾ, നമ്മെക്കുറിച്ചൊക്കെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. അത് നമ്മെ ദൈവം ആക്കി വെച്ചതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. പലപ്പോഴും പലരും ജീവിതത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്? വൈ ആം ഐ ഹിയർ? ഞാൻ എന്തിനാ ഇവിടെ ആയിരിക്കുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്ത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ദൈവം എന്താണ് എന്നെക്കുറിച്ച് അർത്ഥമാക്കി തീർക്കുന്നത്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുക, ഇങ്ങനെ എന്നെക്കുറിച്ചുള്ള പർപ്പസ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ട്. എന്നാൽ നമുക്കറിയാം, എല്ലാവരും ജീവിക്കും, ജോലി ചെയ്യുന്നു, പണം ഉണ്ടാക്കുന്നു, വീട് പണിയുന്നു, വളരുന്നു. എന്നാൽ അതിലപ്പുറമായി ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. അത് മനസ്സിലാക്കി നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഒരു ലൈറ്റായിട്ട്, ഒരു പ്രകാശം പകർത്തുന്നവരാക്കി തീർക്കുവാന് ഈ കൗൺസിൽ മുഖാന്തരം ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ ഈ കൊറോണ സമയത്ത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു അച്ഛൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കുവാൻ ഇടയായി തീർന്നു. അച്ഛന്
പലരും പല പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയാൻ തൊക്കെ എല്ലാം ലെസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഇത്. എന്ന് പറഞ്ഞാൽ ഈ പാചകം ചെയ്യുമ്പോൾ തീ കൊണ്ടാണല്ലോ പണ്ട് ഫയർലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് തീ വേണ്ട, കാരണം ഇലക്ട്രിക് ഇതാണ്. അതുപോലെ തന്നെ കാറിന് കീലെസ് ആണ് കാറ്. അതുപോലെ തന്നെ ഫോണ് കോഡ്ലെസ്, എങ്ങനെ എല്ലാം ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആരാധന അല്ലെങ്കിൽ ക്രൗഡ്ലെസ്, ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ എല്ലാം ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്ലീവ്ലെസ്, ടോപ്ലെസ്, ഇങ്ങനെയൊക്കെ ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലെസ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലങ്ങളില് പലപ്പോഴും പലതും മോറായിക്കൊണ്ട്, എന്താണ്, ആത്മഹത്യകൾ, പിടിച്ചോരുകൾ, അക്രമങ്ങൾ, ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും ഇതിനൊക്കെ എത്ര ശാസ്ത്രീയമായി പുരോഗമിച്ചു, സോഷ്യൽ എല്ലാ കാര്യങ്ങളിലൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പലതും ഇന്ന് ലെസ് ആയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മധ്യയില് പലതും ലെസ് ആകുമ്പോൾ മനുഷ്യൻ ഹോപ്പ്ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ലെസ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ അവരെ കൈപിടിച്ച് പ്രത്യാശയിലേക്ക് ഉയർത്തുവാൻ ഈ കോഴ്സ് മുഖാന്തരം ഇടയായിത്തീരട്ടെ. അതിന് നിങ്ങളെല്ലാം ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ്. ഡോക്ടറേറ്റ് ഉള്ള അധ്യാപകർ ദാസൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള അധ്യാപകരുടെ കീഴിലുള്ള ഈ പഠനം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാന് ഈ പഠനം മൂലം ആരെയെങ്കിലും ഒരാളെയെങ്കിലും അത് കൈപിടിച്ചുയർത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ അതിന് നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ക്ലാസ് നടക്കേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ കോഴ്സ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഇത് കേൾക്കുന്നവർക്കൊക്കെ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ കോഴ്സ് പഠിപ്പിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അഗപ്പെ ഗോസ്പൽ മിഷനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതിന്റെ കീഴിൽ ദാസൻ പറഞ്ഞ പോലെ ABTI എന്ന് പറഞ്ഞ ഒരു ബൈബിൾ സ്കൂളുണ്ട്. ആ ബൈബിൾ സ്കൂളിൽ നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വർഷത്തെ പഠനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ തുടർന്ന് പഠിക്കണമെങ്കിൽ അതിനും നിങ്ങൾക്ക് സാഹചര്യമുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഈ കോഴ്സ് ഇവിടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളായിരിക്കുന്ന സ്ഥാനം കണ്ണുകളെ അല്പസമയം ദൈവത്തെ നമുക്ക് പ്രാർത്ഥിച്ച് ഈ കോഴ്സ് ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ ദിവസത്തിന്റെ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സൂം പ്ലാറ്റ്ഫോമില് ഒരുമിച്ച് ഞങ്ങൾക്ക് കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ ഇങ്ങനെ ഒരു അവസരം കർത്താവ് ഒരുക്കിനായ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ കൗൺസിലിംഗ് കോഴ്സിന് അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വളരെ ആഗ്രഹത്തോടെ ആകാംക്ഷയോടെ പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, അവരുടെ പഠനം കർത്താവെ അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനും അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനും അത് കാരണമായി തീരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എവിടെ അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയൊക്കെ അനേകർക്ക് കർത്താവെ ഇത് ഈ കോഴ്സ് മൂലം അവർ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിനെ കർത്താവ് ഈ കോഴ്സ് നയിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോസഫ് പെട്ടക്കാട് സാറിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിരദാസിന് കൊടുത്ത നല്ല മനസ്സിന് നല്ല ആഗ്രഹത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. കോഴ്സുകൾ പഠിപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹമായ രീതിയിൽ ഇത് നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ കഴിവും പ്രാപ്തിയും ദൈവകൃപയും പരിജ്ഞാനവും കർത്താവ് നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ കോഴ്സ് കർത്താവ് ഏറ്റവും അനുഗ്രഹമായി തീരുവാന് അനേകരുടെ ജീവിതത്തിന് ശൂന്യമായ അവസ്ഥയ്ക്ക് അർത്ഥം കണ്ടെത്തുന്ന ഒരു കോഴ്സാക്കി കർത്താവ് തീർക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനേകരെ കർത്താവെ കൈപിടിച്ചുയർത്തുവാൻ ധൈര്യപ്പെടുത്തുവാന് പ്രത്യാശ നൽകുവാൻ ഈ കോഴ്സ് മുഖാനം കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഈ കോഴ്സ് ഉദ്ഘാടനം ചെയ്യുന്നു. കർത്താവെ ഈ കോഴ്സ് മുഖാന്തരം കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാന് അനേക ഇടങ്ങളില് കർത്താവ് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കർത്താവ് ഇടയാക്കണം. അങ്ങനെ കർത്താവ് ചെയ്തിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥനകടനായ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ഈ കോഴ്സ് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. 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 താങ്ക് യു സർ. കർത്താവിന്റെ സ്നേഹം അറിയിക്കുന്നു, കർത്താവിന്റെ ദാസനുള്ള ബഹുമാനം അറിയിക്കുന്നു.
കോഴ്സിനെ ഒത്തിരി പേര് കയറാൻ പിന്നെയും ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തോ സാങ്കേതികമായ തടസ്സം ഉണ്ടെന്നാണ് അറിയുന്നത്. പലരും വിളിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് എന്തോ 100 പേർക്ക് കൂടുതൽ കയറാൻ പറ്റത്തില്ല നമുക്ക്. എന്താ അങ്ങനെ ജോർജ് അത് സാർ പറയുന്നത് കൂടുതൽ കയറാൻ പറ്റും എന്നാണല്ലോ പറയുന്നത്. പക്ഷെ അത് പെയ്ഡ് ആവണം. പെയ്ഡ് ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പെയ്ഡാണ് സംഭവം. ഇവൻ എനിക്കും അങ്ങനെയായിരുന്നു. ഞാൻ പിന്നെ ആരാ എക്സിറ്റ് ആയപ്പോ എനിക്ക് കയറാൻ പറ്റി വീണ്ടും. 100 പേരാണ് മാക്സിമം. നോക്കാം എന്താ അടുത്ത പ്രാവശ്യം പോലെ എന്താ ടെക്നിക്കൽ സംഭവിച്ചെന്താന്ന് നോക്കാം. ഓക്കെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മൾ ഏതാനും ആശംസകൾ അറിയിക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുകയാണ്, സമയം ലാഭിക്കാൻ വേണ്ടി. റവറൻഡ് KC ജോർജ്, അഗാപ്പെ ഗോസ്പൽ മിഷന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന KC ജോർജ് ഏതാനും വാക്കുകളിൽ ആശംസ അറിയിക്കും. ജോർജ് സാർ. കർത്താവിന് മഹത്വം. അഗാപ്പെ ഗോസ്പൽ മിഷന്റെ അഭിമാനമായ ABTAയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കൗൺസിലിംഗ് കോഴ്സിനെ കുറിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 ബാച്ച് വളരെ അനുഗ്രഹമായി നടക്കുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളത് നമ്മൾ കേട്ടല്ലോ. അത് അവിടെ പഠിച്ചവർക്കും അവിടെ പഠിപ്പിച്ചവർക്കും എല്ലാ ഫാക്കൽറ്റിക്കും അതിൻ്റെ കൺഗ്രാജുലേറ്റ് വീണ്ടും ചെയ്യുന്നു. അത് എല്ലാവർക്കും അനുഗ്രഹമായി അത് എന്നുള്ളത് നമ്മളിപ്പോൾ കേട്ടു. അത് തന്നെ ഇനി ആ പഠിച്ചവരൊക്കെയും കർത്താവ് ഉദ്ദേശിച്ച പർപ്പസിൽ സക്സസ്ഫുൾ ആകുവാൻ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ 4ാമത്തെ ബാച്ച് ഇപ്പോൾ തുടങ്ങുകയാണല്ലോ. നമ്മൾ പ്രാർത്ഥിച്ച് അത് ഉദ്ഘാടനം ചെയ്തു. ദൈവത്തിന് നന്ദി പിന്നെയും കരയറ്റണം. കാരണം നമുക്ക് 4ാമത്തെ ബാച്ച് തുടങ്ങുവാൻ തക്കോണം ഇത്രത്തോളം കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതും നമ്മൾ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പർപ്പസ് പൂർത്തീകരിക്കുവാൻ തക്കോണം ഇടയാകട്ടെ. ഇപ്പോൾ ജോസഫ് എടക്കാടൽ സാറ് കൗൺസിലിനെ കുറിച്ച് അതിൻ്റെ അത്യാവശ്യതയെക്കുറിച്ച് പറയുകയുണ്ടായി. നമുക്ക് വേദപുസ്തകത്തിലുടനീളം പെട്ടെന്ന് നോക്കിയാൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അനേകരും പല പ്രാവശ്യവും ജീവിതത്തിൽ ഒന്ന് പുറമോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് ബാക്ക് സ്ലൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിപ്രസ് ആകുകയൊക്കെ ചെയ്തപ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾക്ക് അനേകടുത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് അവരെ കൗൺസിൽ ചെയ്തതായിട്ടും അവർക്ക് ബലം കൊടുത്തതായിട്ടും അത് കഴിഞ്ഞിട്ട് അവർ വലിയ ശുശ്രൂഷകൾ ചെയ്തതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമുക്കറിയാം ഏലിയാവിനെ കർത്താവിൻ്റെ ദൂതനെ അയച്ച് ബലപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വളരെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ ചിന്തിച്ച് പ്രയാസപ്പെട്ടിരുന്ന ഗിദെയോനെ ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് കൗൺസിൽ ചെയ്ത് ബലപ്പെടുത്തി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കൊണ്ട് ദൈവം ഏർപ്പെടുത്തിയായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്രോസ്, ഇവൻ കർത്താവ് പോലും ഗത്സമന തോട്ടത്തിലെ കർത്താവിൻ്റെ ആശ്വാസത്തിനായി ദൂതനെ അയച്ച് ആശ്വസിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെയുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ്. മറ്റുള്ളവരെ പ്രയാസത്തിലിരിക്കുന്നവർക്ക്, ഒരു ആശ്വാസം വേണ്ടവർക്ക്, ഒരു തണുപ്പ് ആവശ്യമുള്ളവർക്ക് ഒരു താങ്ങ് കൊടുക്കുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെ ആക്കിയിരിക്കുന്നു. അതിനുവേണ്ടി ഇങ്ങനെ കൗൺസിലിംഗ് പഠിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും, അതിന് കൗൺസിലിംഗ് പഠിപ്പിക്കുവാൻ തക്കവണ്ണം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുന്ന ഫാക്കൽറ്റിക്കും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 4ാം ബാച്ചും ഏറ്റവും അനുഗ്രഹമായി ആ പർപ്പസ് പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം അത് നന്നായി ചെയ്ത് അത് എല്ലാവരും വിജയം പ്രാപിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തർക്കും ഇടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെയും ഈ അടുത്ത കോഴ്സ് തീരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വന്ന് യാതൊരു തടസ്സവും ഇല്ലാതെ അത് പഠിക്കുവാനും സക്സസ്ഫുള്ളായിട്ട് അതിൻ്റെ പർപ്പസ് പൂർത്തീകരിക്കുവാൻ തക്കണം ഇടയാകട്ടെ എന്ന് കർത്താവിൽ എന്നോട് പ്രാർത്ഥിക്കുകയും എൻ്റെ ഹൃദയമായ ആശംസ അറിയിക്കുകയും ചെയ്യുന്നു. ഈ കോഴ്സിൽ നടത്തുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു സാറേ. ജോർജ് സാർ നമ്മുടെ മിഷന്റെ വൈസ് പ്രസിഡന്റ് ആണ്. സാറിനുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത നമ്മുടെ ഡോക്ടർ ഷേർലി ജോർജ്, നമ്മുടെ ഈ ക്ലാസ്സിലെ ഒരു അധ്യാപിക കൂടിയാണ്. വളരെ ബഹുമാനപൂർവ്വം സിസ്റ്റർ ഷേർലി ജോർജിനെ ഏതാനും വാക്കുകൾ പറയുന്നതിനായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ABTI
ക്രിസ്ത്യൻ കൗൺസിലിംഗ് 4th ബാച്ചിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സിനെയും ഇതിന്റെ എല്ലാ ഭാരവാഹികളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷത്തെ കോഴ്സുകൾ കഴിഞ്ഞ സ്റ്റുഡൻസ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പലരുടെയും ടെസ്റ്റിമണീസ് എനിക്ക് കേൾക്കുവാനിടയായി. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവരൊക്കെയും പഠിച്ചു പുറത്തിറങ്ങി. ഒരു വചനം ഇങ്ങനെ പറയുന്നു, Proverbs 11:4, where there is no counsel the people fall, but in the multitude of counselors there is safety. പരിപാലനമില്ലാത്തയിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു, മന്ത്രിമാരുടെ ബഹുത്വത്താലോ രക്ഷയുണ്ട്. അപ്പം കൗൺസിലേഴ്സ് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സേഫ്റ്റിയാണ്, അവർക്ക് നമുക്ക് രക്ഷയാണ് ഉള്ളത്. അതുപോലെ പ്രോവേർബ്സ് 15:22 പറയുന്നുണ്ട്, plans fail for lack of counsel, but with many advisors they succeed. ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു, ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു. അപ്പോൾ ഇന്ന് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആ നിയോഗത്താലാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ ഒരു നല്ല കൗൺസിലേഴ്സ് ആയിട്ട് അനേകരുടെ ജീവിതത്തിൽ നിങ്ങൾ അവരെ രക്ഷിക്കുവാനും അവർക്ക് നല്ല ആലോചന, മുമ്പേ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ നല്ല ആലോചന കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ എല്ലാം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, ദൈവം ഈ ജോസഫ് സാറിനെ എടുത്ത് ഉപയോഗിക്കുന്നത് പോലെ, ജോസഫ് സാറ് ഇത്രയൊക്കെയും സ്കൂളിലും ഒക്കെ ഒരു ഹെഡ് മാസ്റ്ററായിട്ട് സേവനം ചെയ്തതിന് ശേഷം വളരെ താല്പര്യത്തോടെ ഇങ്ങനെ ഒരു കോഴ്സ് തുടങ്ങി അനേകരെ ഇതിൽ കൂടി ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുമണിക്ക് വേണ്ടി ഉപയോഗിക്കാൻ ദാസനെ എടുത്ത് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള എക്സലന്റ് സ്പിരിറ്റ് ആണ്. ദാനിയേൽ 5:12 പറയുന്നുണ്ട്, ദാനിയേലിനെ ആ രാജാവ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാനുള്ള കാരണം എന്നാ? അദ്ദേഹത്തിന്റെ ആ എക്സലന്റ് സ്പിരിറ്റാ, ഉത്കൃഷ്ട മാനസനായിരുന്നു എന്ന് പറഞ്ഞതുപോലെ മാഷിന്റെ ആ എക്സലന്റ് സ്പിരിറ്റ് ഈ ദിവസങ്ങൾ അത് നിങ്ങളിലേക്ക് ഓരോരുത്തരിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടട്ടെ. അങ്ങനെ എക്സലന്റ് സ്പിരിറ്റോടെ കർത്താവിന്റെ വേലയിൽ ഈ കൗൺസിലിംഗിൽ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ട രീതിയിലായി തീരുവാൻ തക്കവണ്ണം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. സ്തോത്രം. താങ്ക് യു സിസ്റ്ററെ, താങ്ക് യു. ഇനിയുള്ള നാളുകളിൽ സിസ്റ്ററിന്റെ മനോഹരമായ ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സുരേഷ് പാസ്റ്റർ ഉണ്ടോ? സുരേഷ് പാസ്റ്റർ യാത്രയിലാന്ന് പറഞ്ഞിരുന്നു. സുരേഷ് പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഏതാനും വാക്കുകൾ പറഞ്ഞാൽ. ഈ 4ാമത് കൗൺസിലിംഗ് ക്ലാസ് ഉദ്ഘാടനം നിർവഹിച്ച അലക്സാണ്ടർ സാറ്, അധ്യക്ഷിക്കുന്ന ബഹുമാന്യ ജോസഫ് പട്ടക്കാട്ടിൽ സാർ, ഇന്ന് ക്ലാസ്സുകൾ നയിക്കപ്പെടുവാനായിട്ട് പി തോമസ്, എനിക്ക് മുമ്പ് ആശംസകൾ അറിയിച്ച ജോർജ് സാറ്, ഷെർലി ആൻറ്റി, ബഹുമാന്യരായ വിദ്യാർത്ഥി സമൂഹം, വലിയൊരു കൂട്ടം ജനം, ഒരു വിദ്യാർത്ഥി സംഗമം തന്നെ ഇവിടെ പങ്കെടുക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, മനുഷ്യ സമൂഹത്തിന് ഇന്ന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് കൗൺസിലിംഗ്. കാരണം മനുഷ്യ സമൂഹം വിദ്യാഭ്യാസപരമായി വളരെ മുമ്പിലാണ് എത്തി നിൽക്കുന്നത്, സാമൂഹികപരമായി വളരെ ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യ സമൂഹത്തിന്റെ ദൈനംദിന ജീവിതത്തിലേക്ക് നമ്മൾ നോക്കി മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. അത് മനുഷ്യ സമൂഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും, അതുപോലെ നിയമജ്ഞരായിരിക്കുന്ന മനുഷ്യ നടുവിലാണെങ്കിലും, എന്തിനേറെ മനുഷ്യർ ദൈവങ്ങളെന്ന്, ഭൂമിയിലെ ദൈവങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ളതായ കൗൺസിലിംഗ് ക്ലാസ്സുകൾ അത് വളരെയധികം മനുഷ്യന് അനുഗ്രഹം തീരുവാൻ കാരണമായി തീരും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ആകയാൽ ഈ കോഴ്സിൽ ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ, അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറട്ടെ, അനേകരെ
നേരെയായിട്ട് നടത്താൻ കഴിയുന്ന നല്ല കൗൺസിലേഴ്സ് ആയിട്ട് തീരട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആരോഗ്യവും സമാധാനം അവർക്ക് പകർന്നു കൊടുത്ത് വിജയപ്രദമായിട്ട് ഈ 4ാം ബാച്ച് പഠനം പൂർത്തീകരിക്കാനുള്ള എല്ലാ കൃപകളും നൽകട്ടെ, സർവശക്തൻ നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ. പാസ്റ്റർ യാത്രയിലായിരുന്നു, എന്നാലും അല്പസമയം പങ്കിട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് നന്ദി പറയുന്നു. അടുത്ത നമ്മുടെ അയാട്ടയുടെ പ്രതിനിധിയായിരിക്കുന്ന നമ്മുടെ ഈ കോഴ്സിലെ അധ്യാപകനും കൂടി ആയിരിക്കുന്ന ഡോക്ടർ ബിജുമോൻ. ഡോക്ടർ ബിനുമോൻ ഏതാനും വാക്കുകൾ ആശംസയായിട്ട് അറിയിക്കുന്നു. സാറേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. അഗപ്പയുടെ 4ാമത്തെ കൗൺസിലിംഗ് ബാച്ച് ആരംഭിക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. പ്രിയ ജോസഫ് സാറിനും പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. അയാട്ടയുടെ നാമത്തിലുള്ള പ്രത്യേകമായ ആശംസകൾ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. താങ്ക് യു സാർ. നല്ല വാക്കുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ജോയ് സാർ കയറിയിട്ടുണ്ടോ? മിഷന് കയറാൻ പറ്റിയതായിട്ട് കാണുന്നില്ല. ജോയ് സാർ ഉണ്ടോ? മിഷന്റെ ഡയറക്ടർ ജോയ് സാർ കയറാമെന്ന് പറഞ്ഞിരുന്നു, കാണുന്നില്ല. എനിക്ക് തോന്നുന്നു സാങ്കേതികമായിട്ട് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്. 100 അധികം പേർക്ക് കയറാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മൾ ആ പ്രശ്നം അടുത്ത ആഴ്ച നമ്മൾ പരിഹരിക്കുന്നതാണ്. രാജു സാർ കൈവന്നിച്ചു. രാജു സാർ ഏതാനും വാക്കുകൾ, 1-2 വാക്കുകൾ പറഞ്ഞാട്ടെ. നമ്മുടെ DYSP സാർ ഉണ്ട്, 1-2 വാക്കുകൾ അദ്ദേഹം പറയുന്നതാണ്. രാജു സാറേ, മൈക്ക് ഓൺ ചെയ്യും. മൈക്ക് ഓഫാണ്. മൈക്ക് ഓൺ ആക്കണം. കേൾക്കുന്നില്ല സാർ. മൈക്ക് ഓഫാണ്. ഒന്ന് ഓൺ ആക്കിയിട്ട് വേണം പറയാൻ. സാറിന് എന്തോ സാങ്കേതിക തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജസ്റ്റിൻ കയറിയിട്ടുണ്ടോ? ജോമോൻ ജസ്റ്റിൻ, നമ്മുടെ ഹൈസ്കൂളിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ. ഓക്കെ, രാജു സാർ പറഞ്ഞാട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് ഇടക്കാട്ടിൽ സാറിന്റെ, ഞങ്ങളുടെ പ്രിൻസിപ്പലാണ്. അഗപ്പെ ബൈബിൾ കോളേജിൽ ഞാനൊരു സ്റ്റുഡന്റ് ആണ്. സാറിന്റെ കഴിഞ്ഞ വർഷം BTHനും ഈ പ്രാവശ്യം MDവിനും സാറിന്റെ ക്ലാസ് വളരെ അനുഗ്രഹമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത്, അതായത് മെയ് മാസം 23, 24 2 ദിവസം, 25-ാം തീയതി സാറിന്റെ ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് കോട്ടയത്തോട്ട് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടന്നത്. അപ്പൊ തന്നെ നമ്മുടെ ഇവാഞ്ചലിസ്റ്റ് അലി അഹമ്മദ്, അത് ഞാൻ അഗപ്പെ ബൈബിൾ കോളേജ് വെച്ച് പരിചയപ്പെട്ട ഒരു സാറാണ്. അദ്ദേഹത്തെ 2 പേരുടെയും ഒരു കൗൺസിലിംഗ് ക്ലാസ് കോട്ടയത്ത് വെച്ചുണ്ടായിരുന്നു. വലിയ അനുഗ്രഹമായിരുന്നു. ഏകദേശം 13 to 30, 13 വയസ്സിനും 30 വയസ്സിനും ഉള്ള 60 കുട്ടികളുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് വലിയ യേശു എൻ്റെ ലഹരി എന്നുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. എനിക്ക് അത് ദൈവം തന്ന ഒരു ചിന്താ വിഷയം. അതിനെ അധികരിച്ച് സാറിന്റെ ക്ലാസ്, ഈ 2 പേരുടെയും ക്ലാസ് വളരെ അനുഗ്രഹമായിരുന്നു. തുടർന്നും ഈ കൗൺസിലിംഗ് ക്ലാസ് ഞാൻ ഈ പ്രാവശ്യം, കഴിഞ്ഞ വർഷം എനിക്ക് പെൻഡിങ് ആയിരുന്നു, ചില തിരക്കുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ഫുള്ളായിട്ട് ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ എല്ലാവിധമായ ആശംസകളും ഈ സാറിന്, ഈ ക്ലാസ്സിന് അറിയിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സാറേ. താങ്ക് യു സാറേ. താങ്ക് യു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജസ്റ്റിൻ കയറിയിട്ടുണ്ടോ? ജസ്റ്റിനും കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ബൈബിൾ കോളേജിനെ കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി ജസ്റ്റിനോട് കയറാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ റെഗുലർ ബൈബിൾ ക്ലാസ് ഇവിടെ നടക്കുന്നു. എല്ലാ മാസത്തിന്റെ ആദ്യ തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസങ്ങളിൽ ഇവിടെ വന്ന് താമസിച്ച് പഠിച്ച് നിങ്ങൾക്ക് VTH ബിരുദം കരസ്ഥമാക്കാനും MD ബിരുദം കരസ്ഥമാക്കാനുള്ള അവസരമുണ്ട്. ക്ലാസ് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവസരങ്ങളുണ്ട്. എന്നെ ബന്ധപ്പെടണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ വന്ന് താമസിച്ച് പഠിക്കാൻ സൗകര്യമുണ്ട്. MDവിന് ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
നമ്മൾ സമയം ഇനി അധികം ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഒരു വാക്ക് നമ്മുടെ തോമസ് സാറുണ്ട്, കോട്ടയം തോമസ് സാറ്. സാറേ ഒരു 2 മിനിറ്റിൽ സാറൊന്ന് സംസാരിച്ചാട്ടെ. തോമസ് സാറിനെ പ്രത്യേകം പരിചയപ്പെടുത്തുന്നതിന് സന്തോഷമുണ്ട്. സാറ് നമ്മുടെ നോട്ട് പഠിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ആ നോട്ട് തത്സമയം എഴുതി ക്ലാസ് കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഒരു അത്യപൂർവ പ്രതിഭയാണ് ഗവൺമെന്റ് സർവീസ് റിട്ടയറായ കോട്ടയം സ്വദേശി തോമസ് സാറ്. ഒരു വാക്ക് തോമസ് സാറിനെ ക്ഷണിക്കുന്നു. മൈക്ക് ഓൺ ചെയ്യൂ. മൈക്ക് ഓൺ ആക്കണം. കേൾക്കുന്നില്ല. മൈക്ക് ഓഫായിട്ടായിരിക്കുന്ന ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിന് സാറിനെ പങ്കെടുപ്പിക്കാം. ഓക്കെ, ഞാൻ നമ്മുടെ അല്പസമയം കടന്നു പോയിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇൻട്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ദ മെന്റൽ ഹെൽത്ത് എന്നാണ് വിഷയം. ഒരു 20 മിനിറ്റ് സമയം സാറ് ഡോക്ടർ തോമസ്, അദ്ദേഹം അമേരിക്കയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് ബിഹേവിയർ സയന്റിസ്റ്റായിട്ട് ദീർഘവർഷങ്ങൾ, പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച് പരിചയമുള്ള ഫീൽഡിലുള്ള അമേരിക്കയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു കൗൺസിലറാണ്. അദ്ദേഹത്തെ നമുക്ക് അധ്യാപകനായി ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഇമ്പോർട്ടൻസ് ഓഫ് മെന്റൽ ഹെൽത്ത് എന്ന വിഷയം എടുക്കുന്നതിന് വേണ്ടി സാറിനെ ക്ഷണിക്കുന്നു. ഒരു 20 മിനിറ്റ്സ്. ഓക്കെ സാറേ, സോറി ഫോർ കുറച്ച് സമയം ലാപ്സ് ആയി. സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കും. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. ചില മലയാള വാക്കുകൾ പറയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ജോസഫ് സാറ്, അതുപോലെ കഴിഞ്ഞ ബാച്ചിലുണ്ടായിരുന്ന ചിന്നമ്മ തോമസിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. വലിയ ആമുഖമൊന്നും ഇല്ലാതെ തന്നെ ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഇടയായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഡോക്ടർ ഷേർലി, ബഹുമാനപ്പെട്ട PM അലക്സാണ്ടർ, അതുപോലെ അഗാപ്പ മിഷന്റെ എല്ലാവരും, എൻ്റെ വളരെ നല്ല സ്നേഹിതനായിരിക്കുന്ന ജോസഫ് എടക്കാട്ടിൽ, മനോഹരമായിട്ടുള്ള പാട്ട് പാടിയ സൂസൻ, ഇവരോടൊക്കെയുള്ള നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ഈ ഒരു ക്ലാസ് കൊണ്ട് മാനസിക രോഗത്തെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുകയില്ല. ഇത് വളരെ ഒരാമുഖം എന്ന് മാത്രമേ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സമയം വളരെയധികം കടന്നുപോയി. ഇന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് എന്നോട് സംശയങ്ങൾ ചോദിക്കാം. ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞു അടുത്ത ഒരു ക്ലാസ് ഞാനായിരിക്കും എടുക്കുന്നത്. എനിക്ക് തോന്നുന്ന മിക്കവാറും തുടക്കത്തിലുള്ള എല്ലാ ക്ലാസ്സുകളും ഞാനാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞ ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്ന രോഗത്തെ കുറിച്ചൊന്ന് പറഞ്ഞ് ആദ്യം ഞാൻ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മളുടെ അറിവില്ലായ്മ പലപ്പോഴും നമ്മളത് അഭിമാനിക്കാറുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു രാജ്യത്ത് ചെന്നപ്പോൾ, നാട്ടിൽ ചെന്നപ്പോൾ, ഒരു കുട്ടിയെ കാണണമെന്ന് ഒരു സോഷ്യൽ വർക്കേഴ്സിനെ പഠിപ്പിക്കുന്ന കോളേജിൽ നിന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഈ കുട്ടി 7 വർഷം 7 സ്കൂളുകളിൽ പഠിച്ചു. ഏകദേശം 13 വയസ്സെന്ന് വെച്ചോളാം. അപ്പൊ എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ കാരണം, ഈ സോഷ്യൽ വർക്ക് സ്കൂളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞിങ്ങനെ ഡോക്ടർ തോമസ് എന്ന് പറയുന്ന വ്യക്തി കൊണ്ട് പുള്ളിയെ പോയി കാണാൻ പറഞ്ഞു.
അവസാനമായിട്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ആ വ്യക്തി കാണിച്ചത്, ഞാൻ അറിഞ്ഞത്, ടീച്ചേഴ്സിന്റെ ബാഗുകളിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കാനായിട്ട് തുടങ്ങി. ഓർക്കണം, 7 വർഷം 7 സ്കൂള്, അതാണ് പരിഹാരം. എന്നാൽ അതേ സമയത്ത് ആദ്യം തന്നെ ഈ രോഗം, ഈ പ്രോബ്ലം ഉണ്ടായെന്നറിഞ്ഞപ്പോൾ അതിനെ ചികിത്സിക്കുവാൻ, കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരെ കാണിച്ചതായിരുന്നുവെങ്കിൽ ഈ കുട്ടി ചിലപ്പോൾ 7 സ്കൂളിൽ പോകേണ്ട ഗതികേടുണ്ടാകുകയില്ല. വളരെ ദിവസങ്ങൾക്ക് ശ്രമത്തിന്റെ ഫലമായിട്ട് കുട്ടിയുടെ ആ പ്രശ്നങ്ങളൊക്കെ മാറി. സ്കൂൾ എനിക്ക് വിളിച്ച് ഒരു സ്വീകരണമൊക്കെ തന്നു, ആഹാരമൊക്കെ തന്നു. ഈ കുട്ടിയുടെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞു, ആഹാരമൊക്കെ അവരുണ്ടാക്കി തന്നു. പറഞ്ഞതിന്റെ സാരം ഇതാണ്: നമ്മൾക്ക് ഈ വിഷയങ്ങളിൽ ധാരാളം അറിവില്ലായ്മയുണ്ട്. അപ്പൊ അറിവില്ലായ്മ നമ്മളൊരു ദൈവത്തിന്റെ ദാനമാണെന്ന് വരെ പ്രകീർത്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും ഓർമ്മ കാണുമല്ലോ, TV വന്നപ്പോൾ ഇഡിയറ്റ് ബോക്സ്, പിശാചിന്റെ പെട്ടി എന്ന് പറഞ്ഞ ഒരു സമൂഹമാണ് നമ്മളുടെ സമൂഹം. മാനസിക രോഗികളെ വട്ടന്മാര്, ഭ്രാന്തന്മാരെന്ന് കളിയാക്കി പറഞ്ഞ് അപമാനിച്ച്, തലയിലെ സ്ക്രൂ പോയവരെന്ന്, വേറെ എന്തെല്ലാമാ പറയാൻ അവരെ കുറിച്ച് പറയാനായിട്ട് ഇനിയും വാക്കുകളൊന്നും നമ്മുടെ ഡിക്ഷണറി കാണുകയില്ല. അവര് വഴിയാത്രയിൽ പോകുമ്പോൾ ആരെങ്കിലും കണ്ടാൽ അവരെ കളിയാക്കുന്നതിന് നമ്മൾ ചില ആംഗ്യങ്ങൾ കാണിക്കാറുണ്ട്. തലയ്ക്ക് ചുറ്റും ഏതാണ്ട് ഇങ്ങനെ ഓളം ചുറ്റു കാണുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ പറയുവാനായിട്ടുള്ളത്, ദയവ് ചെയ്ത് ഇന്നു മുതൽ നിങ്ങളാരും മാനസിക രോഗം അനുഭവിക്കുന്നവരെ അപമാനിക്കാനോ വേദനിപ്പിക്കുവാനോ നമ്മൾ പോകരുത്. നമുക്ക് അറിവില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പഠിക്കണം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ നാട്ടിൽ നമ്മൾ കേൾക്കുന്ന ഒരു വലിയ ചില വാക്കുകളുണ്ട്: ഡിമെൻഷ്യ, അൽസിമേഴ്സ് എന്ന് പറയുന്ന 2 വാക്കുകൾ. നമ്മളിൽ എത്ര പേർക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും? രണ്ടും പല കാര്യത്തിലും ഒന്നാണെങ്കിലും രണ്ടിനെയും 2 രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ പറയാം, സമയമില്ലാത്തതുകൊണ്ട് അത് വിവരിക്കാൻ പോകുന്നില്ല ഞാൻ. ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഓർമ്മക്കുറവ്, ചിന്താശേഷി കുറയൽ തുടങ്ങിയ ലക്ഷണങ്ങളുടെ ഒരു കൂട്ടമാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സൈക്കോളജി, മെഡിക്കൽ ലാംഗ്വേജിൽ സിൻഡ്രം എന്ന് പറയും. അൽസിമേഴ്സ് എന്ന് പറയുന്നത് തലച്ചോറിനെ നശിപ്പിക്കുന്ന ഒരു പ്രത്യേക രോഗമാണ്. ഇത് തമ്മിൽ ബന്ധമുണ്ട്, പക്ഷെ നമുക്കതിന്റെ വ്യത്യസ്തം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, വേദപുസ്തകത്തിൽ മാനസിക രോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. വേദപുസ്തകത്തിൽ അനേക സ്ഥലത്ത് മാനസിക രോഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കുകളല്ല അവിടെ പറഞ്ഞിരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദപുസ്തകം എഴുതിയ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതികളുണ്ട്. യേശുക്രിസ്തു വന്നത് പലരും
നിങ്ങളിൽ പലരും ക്രിസ്ത്യാനികളോ ക്രിസ്തീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അത് കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയുന്നത്. യേശുക്രിസ്തു വന്നത് മനുഷ്യന് വിടുതൽ കൊടുക്കുവാനാണ്, അത് രക്ഷ കൊടുക്കുവാനാണ് വന്നത്. അല്ലാതെ യേശുക്രിസ്തു ഇന്ന് കാണുന്ന സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ പോലെ ഒരു പ്രത്യേക രോഗത്തെ മാറ്റുവാനല്ല വന്നത്, വിടുതൽ കൊടുക്കുവാൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 61 പറഞ്ഞിരിക്കുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത്, ബദ്ധന്മാർക്ക് വിടുതൽ. അതുകൊണ്ട് വേറൊരു സംഗതി എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്, ആദ്യത്തെ ഒരു കാര്യം, ഇന്നു മുതൽ മാനസിക രോഗികളെ, മാനസിക പ്രയാസം അനുഭവിക്കുന്നവരെ, ദുഃഖം അനുഭവിക്കുന്നവരെ ആരും ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കാനോ കളിയാക്കാനോ പോകരുത്. അവരും നമ്മളെ പോലെ തന്നെയുള്ള മനുഷ്യരാണ്, സമസൃഷ്ടങ്ങളാണ്. 2, വേദപുസ്തകം പല സ്ഥലങ്ങളിൽ മാനസിക രോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്നത്തെ വാക്കല്ല എന്ന് മാത്രം. 3, യേശുക്രിസ്തു വിടുതൽ ശുശ്രൂഷയ്ക്കാണ് വന്നത്, പാപത്തിൽ നിന്നുള്ള മോചനം, ബന്ധിക്കപ്പെട്ടവർക്ക് വിടുതൽ. യേശുക്രിസ്തു മാനസിക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. മാനസിക രോഗം പല രീതിയിൽ നമ്മളെ ബന്ധനത്തിലാക്കാം, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. പിശാച് ബാധ എന്ന് പറഞ്ഞു മാനസിക രോഗത്തെ തള്ളിക്കളയരുത്. പിശാചിന്റെ ബന്ധനമുണ്ട്, ബാധയുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് 18 വർഷം കൂനി നടന്നതായിട്ടുള്ള ആ സ്ത്രീയെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് സാത്താനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി മാനസിക ആരോഗ്യം എന്താണ് എന്ന് ചുരുക്കത്തിൽ നമുക്ക് ചിന്തിക്കാം. മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ വൈകാരികമായിട്ടുള്ള നല്ല ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ നല്ല രീതിയിലായിരിക്കുന്നതാണ് നല്ല ഒരു മാനസികാരോഗ്യമുള്ളത്. നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത നല്ലതായിരിക്കുന്നു എങ്കിൽ നമുക്കതൊരു മാനസിക ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ബോഡിയാണ്. ഈ മാനസിക വൈകല്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് വൈകല്യമുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ സാധിക്കുന്നില്ല, നമ്മുടെ വികാരങ്ങളെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കത്തില്ല. ഇംഗ്ലീഷിൽ അതിനെ ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയും. ചിരിക്കാൻ സാധിക്കത്തില്ല, കരയാൻ സാധിക്കുന്നില്ല. എന്നാൽ മാനസിക ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ചിരിക്കേണ്ട സമയത്ത് ചിരിക്കാനും കരയേണ്ട സമയത്ത് കരയാനും സാധിക്കും. മാനസിക വെല്ലുവിളി ഉള്ളവർക്ക് അവരുടെ ജീവിത ദൈനംദിന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാൻ അവർക്ക് സാധിക്കുകയില്ല. നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ചില ഉദാഹരണങ്ങൾ പറയാം. ചില വ്യക്തികള് വിവാഹ ജീവിതം കഴിയുന്ന അന്നു മുതൽ തുടങ്ങുന്ന അടി, അതിലൊരാള് മരണപ്പെട്ടു പോകുന്നത് വരെ പോകുന്നുണ്ട്. പക്ഷെ വെളിയിലൊക്കെ അവര് നല്ല കോളിനോസ് പുഞ്ചിരിയൊക്കെ അടിച്ചോണ്ട് വന്നേക്കാം. ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള അനേക കുടുംബ പ്രശ്നങ്ങളുടെയും കാരണം മാനസിക ആരോഗ്യമില്ലാത്തതിന്റെ കാരണങ്ങളാണ്. ഞാൻ ഒന്നുകൂടെ വിവരിച്ചു പറയാം.
ഇന്ന് നടക്കുന്ന അനേക ഡിവോഴ്സുകൾ മാനസിക രോഗത്തിന്റെ ഒരു പ്രതിഫലനമാണ്. എല്ലാമല്ല, അനേക ഡിവോഴ്സുകൾ സമൂഹത്തിൽ നടക്കുന്നത് അവർ ഒരു കാരണവശാലും യോജിക്കാത്തവരെ കൂട്ടിച്ചേർത്തതിന്റെ ഫലമാണ്. പിന്നെ നമ്മൾ മാനസികാരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രോമ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധി ഇന്ന് അനേകരുടെ ജീവിതത്തിലുണ്ട്. ട്രോമയുടെ മലയാളം എന്താ ജോസഫ് സാറേ? റോമ ദുരന്തമെന്നോ? ദുരന്തം എന്ന് പറയാം. ഓക്കെ, ഒരു ദുരന്തം ചില വ്യക്തികളുടെ കുടുംബ പശ്ചാത്തലം ദുരന്തത്തിലാണ്. ഒരു ദുരന്തത്തിൽ ജീവിച്ച ഒരു അപ്പനോ അമ്മയോ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ആ ദുരന്തത്തെ തൻ്റെ മക്കളിലേക്ക് പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവര് വളരുന്നത് ആ ദുരന്തത്തിലാണ് വളരുന്നത്. എന്നിട്ട് അവരാണ് അടുത്ത വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്. അതായത് ഒരു ദുരന്തം വേറൊരു ദുരന്തത്തിന്റെ അവസ്ഥയിൽ ഉണ്ടാകുകയാണ്. ചിലപ്പോൾ ഈ കുട്ടി നിരപരാധിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവോ മാതാവോ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ, ദുരന്തത്തിന്റെ വലിയ വേദനയുടെ അന്തരീക്ഷത്തിൽ, ഉദാഹരണം പറഞ്ഞാൽ കഠിനമായിട്ട് പണീഷ് ചെയ്യുന്ന പേരൻസ്, ഡിവോഴ്സായ പേരൻസ്, റിലീജിയസ് കാര്യങ്ങളിൽ ഭയങ്കര കടുംപിടുത്തം പിടിച്ചിട്ട് കുടുംബത്തെ നശിപ്പിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവരുടെ ആ ദുരന്തം എന്താ സംഭവിക്കുന്നത്? അടുത്ത കുടുംബത്തിലേക്ക് പോകുകയാണ്. അടുത്ത കുടുംബം വേറൊരു കുടുംബത്തിലേക്ക് പോവുകയാണ്. തലമുറകളായിട്ട് ദുരന്തം മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിട്ടങ്ങ് മാറുക. അതുകൊണ്ട് ഈ മാനസികാരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കല്യാണം, ഞാൻ സാധാരണ പറയാറുണ്ട്, കല്യാണം കഴിച്ചവർക്ക് ഇനിയും വലിയ രക്ഷയൊന്നുമില്ല. ഇനിയും കല്യാണം കഴിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുടുംബ പശ്ചാത്തലവും ആ വ്യക്തികളുടെ പശ്ചാത്തലവും വളരെ നല്ല രീതിയിൽ മാത്രമേ കൊണ്ടുപോകാം. നമുക്കിനി 5-10 മിനിറ്റ് കൂടെ ഉള്ളൂ. നല്ല മാനസികാരോഗ്യമുള്ള വ്യക്തികളുടെ ചില ലക്ഷണങ്ങൾ ഞാൻ പറയാം, വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ദേ കണക്ട് വിത്ത് അതർ പീപ്പിൾ. അവര് ബന്ധങ്ങൾ വളർത്തുവാനായിട്ട് അവർക്ക് സാധിക്കും. അവരുടെ നല്ല ഒരു സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. നല്ല ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കും. അവർക്ക് കമ്മ്യൂണിറ്റിയിൽ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കും. അതായത് ബന്ധങ്ങൾ വളർത്തുന്ന ഒരവസ്ഥയാണ് നല്ല മാനസികാരോഗ്യമുള്ളവർക്ക്. അല്ലാത്ത വ്യക്തികൾക്ക് അത് സാധിക്കത്തില്ല. 2, നല്ല മാനസികാരോഗ്യം ഉള്ളവർക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടവർക്ക് അവർക്ക് നല്ല വ്യായാമം ചെയ്യുന്നവരായിരിക്കും. നല്ല എക്സസൈസ് ചെയ്യേണ്ടവർ. ദൈവം വസിക്കുന്ന മന്ദിരമായിരിക്കുന്ന നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുക. 3, പുതിയ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് അവർ ശ്രമിക്കും. നല്ല മാനസികാരോഗ്യമുള്ളവർ അവരല്ലെങ്കിൽ അവരെ ശ്രമിക്കുകയല്ല. 4, അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. 4 ഒന്നുകൂടെ ഞാൻ പറയാം. നല്ല ബന്ധങ്ങൾ വളർത്തുവാൻ സാധിക്കും. അവരുടെ ശരീരത്തിന് വേണ്ടിയ നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. വ്യായാമം പോലുള്ളത് ചെയ്യാൻ സാധിക്കും.
നല്ല വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ മൂഡ് നല്ല രീതിയിൽ വരും. നമ്മളുടെ സമ്മർദ്ദങ്ങൾ കുറയാൻ ഇടയാകും. 3 പുതിയ കാര്യങ്ങൾ അവർ പഠിക്കും. 4 അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കും. 5-മത്തേത് അവര് മറ്റുള്ളവരെ സഹായിക്കാനായിട്ടും നല്ല മനസ്സുള്ളവരായിരിക്കും. അവര് മറ്റുള്ളവരുടെ വേദനയിൽ പങ്കെടുക്കുവാൻ അവർക്ക് സാധിക്കും. നല്ല മാനസികാരോഗ്യമുള്ളവർ സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യുന്ന രീതി നല്ല രീതിയിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സമ്മർദ്ദം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇരുന്നൊന്ന് ചിന്തിച്ച് അതിനറിവുള്ളവരെ നിങ്ങൾ സമീപിക്കണം. സമ്മർദ്ദം കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ല മാനസികാരോഗ്യം വേണം. നല്ല മാനസികാരോഗ്യമുള്ളവരുടെ ശാരീരിക ആരോഗ്യം അവർക്ക് നല്ലതായിട്ടുണ്ടാകും. അതുകൊണ്ട് രോഗം വരത്തില്ലെന്നല്ല. എന്നാൽ മാനസികമായിട്ട് തളർന്ന വ്യക്തിക്ക് രോഗങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. നല്ല ബന്ധങ്ങൾ നിങ്ങൾക്കില്ല എങ്കിൽ എവിടെയോ തകരാറുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനിയും മാനസിക ആരോഗ്യമില്ലാത്തവരുടെ ലക്ഷണം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് അടുത്ത 5 മിനിറ്റ് കൊണ്ട്. ഇമോഷണൽ ചേഞ്ചസ് അല്ല, വികാരങ്ങളിലെ മാറ്റങ്ങൾ, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ആങ്സൈറ്റി, നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പേടിയും വെപ്രാളവും തോന്നുന്നവർ. എല്ലാ ആങ്സൈറ്റിയും മാനസിക രോഗമെന്ന് പറയാൻ ഒക്കത്തില്ല. നമ്മളെല്ലാം ഭാരപ്പെടുന്നവരാണ്. പക്ഷെ ആ ഭാരപ്പെടുന്നത് ഒരു ലിമിറ്റ് വിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് രോഗത്തിലേക്കാണ് പോകുന്നത്. അമിതമായിട്ടുള്ള ഉത്കണ്ഠ, അമിതമായിട്ട് ഉത്കണ്ഠയുള്ളവർക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അവനോട് പറയാ, നിന്റെ ഭാരങ്ങളെല്ലാം കർത്താവിൽ ഇടാന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് സാധിക്കത്തില്ല. അവന്റെ ബ്രെയിൻ അതിന് അനുവദിക്കുന്നില്ല. അവന് മരുന്ന് കൊടുക്കണം, പ്രാർത്ഥനയിൽ സഹായിക്കണം, കൂട്ടായ്മ കൊടുക്കണം. എന്നിട്ട് അവനെ നല്ല രീതിയിൽ കൊണ്ടുവന്നതിന് ശേഷം ദൈവാശ്രയത്തിലേക്ക് വഴി നടത്താം. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പേടിയും വെപ്രാളവും ഉള്ളവർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. 2, വിഷാദം എന്ന് പറയുന്ന രോഗം. ചിലർ എന്നോട് പറയാറുണ്ട്, വിഷാദ രോഗമൊന്നും വലിയ പ്രശ്നമില്ല, അതൊന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് മാറുമെന്നുള്ളത്. നമ്മൾ അറിവുകേടുകൾ പറയരുത്. വിഷാദ രോഗം പല രീതിയിലുള്ളതുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഇന്ന് ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞ വേദപുസ്തകത്തിലെ ചില ആളുകളുടെ പേരുകൾ, അത് രോഗമല്ല, അതിന്റെ ഒരു ആദ്യത്തെ സ്റ്റേജാണ്. സന്തോഷം തന്നിരുന്ന കാര്യങ്ങളിൽ താല്പര്യം കുറയുക, നിരന്തരമായിട്ടുള്ള സങ്കടം അവനെ ഭരിക്കുന്നുവെങ്കിൽ അതൊരു രോഗലക്ഷണമായിട്ട് കാണും. പിന്നെ പെട്ടെന്നുള്ള ദേഷ്യം, ഇറിറ്റബിലിറ്റി, പെട്ടെന്നുള്ള ആങ്കർ, എല്ലാ കോപങ്ങളും മാനസിക രോഗമല്ല. എന്നാൽ നിയന്ത്രിക്കാൻ വയ്യാത്ത കോപം, നാശത്തിലേക്ക് പോകുന്നതായിട്ടുള്ള കോപം മാനസിക രോഗത്തിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അനാവശ്യമായിട്ടുള്ള കുറ്റബോധം നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ നമ്മൾ കാണണം. ഇനി അടുത്ത ക്ലാസ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാം. ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട്, ശാരീരികമായിട്ട് നിങ്ങൾക്ക് ഉറക്കക്കുറവോ
അമിതമായിട്ടുള്ള ഉറക്കമോ ഉണ്ടെങ്കിൽ, എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ എന്തോ രോഗം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ശാരീരികമാകാം, മാനസികമാകാം. അധികമായിട്ട് ഭക്ഷണം കഴിക്കുകയോ വിശപ്പില്ലായ്മയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാരണവുമില്ലാതെ ശരീരത്തിൽ എപ്പോഴും വേദനയും, എപ്പോഴും ഒരു കാരണവുമില്ലാത്ത തലവേദനയൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് കാര്യമായിട്ട് എടുക്കണം. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ നിർത്തുക. മാനസിക രോഗം എന്ന് പറയുന്ന ആ സംഗതി ചുരുക്കത്തിൽ ഇങ്ങനെ ഞാൻ പറയുക, അത് നമ്മളുടെ ഒരു ബലഹീനതയല്ല. മാനസിക രോഗം നമ്മളുടെ ഒരു ബലഹീനതയല്ല. അതിനെക്കുറിച്ച് നമ്മൾ അഷെയിംഡ് ആകേണ്ട കാര്യമില്ല, ലജ്ജയാകേണ്ട കാര്യങ്ങളില്ല. 3, മാനസിക രോഗം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അങ്ങ് പോകുമെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. 4, മാനസിക രോഗം നമ്മുടെ ഇഷ്ടപ്രകാരം വരുത്താനോ കളയാനോ ഉള്ളതല്ല. 5, മാനസിക രോഗം മറച്ചു വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. മാനസിക രോഗം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ക്യാൻസർ വരുന്നത് പോലെ, പനി വരുന്നത് പോലെ, തലവേദന വരുന്ന പോലുള്ള രോഗമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് സാറെ എന്നോട് നിങ്ങൾക്ക് സമീപിക്കാം. എന്നെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട്. ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഓക്കെ ജോസഫ് സാറെ, യു ക്യാൻ ടേക്ക് ഓവർ. താങ്ക് യു സാറേ, താങ്ക് യു. ഇമ്പോർട്ടൻസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് എന്ന വിഷയത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് സാർ നൽകിയത്. ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ സാധാരണ എടുക്കുന്നതായിരിക്കും. അതായത് ജൂൺ മാസം 8-ാം തീയതി തിങ്കളാഴ്ച, ജൂൺ 1 തിങ്കളാഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, 8-ാം തീയതി തിങ്കളാഴ്ചയാണ് ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഒത്തിരി പേർക്ക് കയറാൻ പറ്റിയില്ല, സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെയും ഇന്നത്തെ മീറ്റിങ്ങിൻ്റെയും മൊത്തം അത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. കാരണം പലർക്കും കയറാൻ പറ്റാഞ്ഞുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഈ റെക്കോർഡ് ചെയ്തത് മൊത്തം നമ്മൾ നാളെ ഇടുന്നതായിരുന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ സംശയങ്ങൾ സാറിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഫോൺ നമ്പർ സാർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, അത് നിങ്ങൾക്ക് നൽകുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു ക്ലാസ് പോലും അറ്റൻഡൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഇരിക്കരുത്. മെഡിക്കൽ കേസ് ഒഴികെ, നമുക്കറിയാം ജീവിതത്തിൽ ചിലപ്പോൾ വല്ല മെഡിക്കൽ കേസൊക്കെ വരും. ബാക്കി ഒരു കാരണവശാലും ക്ലാസ് അറ്റൻഡൻസ് ഇല്ലാതിരിക്കരുതേ എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. ഒരു ക്ലാസ് നഷ്ടപ്പെട്ടാൽ അതൊരു വമ്പിച്ച നഷ്ടമായിരിക്കും. ഫുള്ള് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നമ്മൾ പ്രത്യേകമായ അഭിനന്ദനങ്ങളും സമ്മാനങ്ങളും കൊടുക്കുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ 1-2 വാക്കുകൾ ചോദിക്കാം. ക്ലാസ്സിനെ കുറിച്ചല്ല, പൊതുവരെ എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ചുള്ള സംശയങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചോദിക്കാം. മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ടൊന്ന് ചോദിക്കണമേ. സാറേ, ഫസ്റ്റ് മൺഡേ ക്ലാസ് ഇല്ലേ നമുക്ക് അന്നേരം? ഇല്ല, നമ്മുടെ എല്ലാ മാസത്തിലെയും ഫസ്റ്റ് മൺഡേ ക്ലാസ് ഇല്ല. ഓക്കെ, താങ്ക് യു. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ്സിന് ഫുൾ ടൈം, അതായത് ഒരു 50-55 മിനിറ്റ് ക്ലാസ്സിന് എടുക്കും. ഇന്നുള്ളതുപോലെ ഉദ്ഘാടന മീറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പ്രാർത്ഥിക്കുന്നു, ഒരാൾ പാട്ട് പാടുന്നു, നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ തന്നെ പാട്ട് പാടാൻ താല്പര്യമുള്ളവർ ഒരാഴ്ച മുമ്പ് അറിയിച്ചാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് പാടുന്നത്. പുറത്തുനിന്ന് ആരെയും നമ്മൾ പാട്ടുകാരെ എടുക്കുന്നില്ല. ഈ ഗ്രൂപ്പിലുള്ളവർ തന്നെ അടുത്ത ആഴ്ച ഞാൻ പാടിക്കോളാം എന്ന് അറിയിച്ചാൽ നിങ്ങളുടെ പേര് അടുത്ത ആഴ്ച പറയുന്നതായിരിക്കും. ഓക്കെ, ദേവദാസന്മാർ പ്രത്യേകം ഈ മീറ്റിങ്ങുകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇതെല്ലാം കുറിച്ചു വെച്ച് നമ്മുടെ എല്ലാ ശുശ്രൂഷ ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തവര് വിവിധ സ്ഥലങ്ങളിൽ അവരുടെ ദൈവസഭയിലും
അവരുടെ ഗ്രൂപ്പുകളിലും എല്ലാം ഈ വിഷയങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും സെമിനാറുകൾ നടത്താൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ടവരും ഉണ്ട്. പെന്തക്കോസ്തുകാര്, ഓർത്തഡോക്സുകാര്, മാർത്തോമൈറ്റ്, ബാപ്റ്റിസ്റ്റുകാര്, ബ്രദറൻ ചർച്ചിൽ പെടുന്നവർ, എല്ലാ സഭാവിഭാഗങ്ങളിൽപ്പെടുന്നവർ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ടെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിവിടെ ഒരു സഭയുടെ ഉപദേശങ്ങളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പകരം കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനും ഒരാളെങ്കിലും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് സർവശക്തനായ ദൈവം നമ്മളെല്ലാം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇപ്പൊ നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഒരു സംശയം സാറേ. പറഞ്ഞു. ഞങ്ങളെ ഒരു വീട്ടിൽ 2 പേരുണ്ട്, ഒരു ഫോണിൽ ജോയിൻ ചെയ്താൽ മതിയോ? മതി. ഫോണില് ഒരു വീട്ടിൽ 3 പേര് വരെ ചേരുന്ന ഐഡിയ ഉണ്ട്, അതിന് കുഴപ്പമില്ല. ഒരു ഫോണില് നിങ്ങൾ കയറുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഒരു ഫോണിൽ കയറിയവരുടെ എല്ലാം പേര് പ്രത്യേകമായിട്ട് തന്നാൽ മാത്രം, കാരണം സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റത്തുള്ളല്ലോ. അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. കഴിഞ്ഞ ബാച്ചിലൊക്കെ ഒരു ഫോണിൽ 2 പേര് കയറുന്നുണ്ടെങ്കിൽ ആ 2 പേരുടെയും പേര് ആ ഫോണിന്റെ താഴെ എഴുതി അങ്ങനെ ചെയ്യാം. അപ്പൊ ഞങ്ങൾക്കും അത് പെട്ടെന്ന് അറ്റൻഡൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ 2 പേര് കുടുംബത്തിൽ കയറുന്നുണ്ടെങ്കിൽ 2 പേരുടെയും പേര് എഴുതിയാൽ, ഇനി പേരെഴുതാൻ ആർക്കെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ട് നമുക്കറിയാം. പ്രായമായവർക്കൊന്നും ചിലപ്പോൾ ഫോണിൽ അത് എഴുതി പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പിള്ളേരോട് പറഞ്ഞാൽ മതി. അവരതെല്ലാം അഗ്രഗണ്യന്മാരാണ്, അവർ പേരെല്ലാം എഴുതി നമുക്ക് തരും. പിള്ളേരോട് പറഞ്ഞാൽ മതി. ഓക്കെ, എനിത്തിങ് മോർ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ഇല്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് രണ്ട് ഡിവൈസ് ആയിട്ട് കയറണോ അതോ ഒറ്റ ഡിവൈസ് കയറിയാൽ മതിയോ? ഞാൻ ജോബിൻ മറ്റേ കാസർഗോഡ് ഉണ്ടായിരുന്ന പാസ്റ്ററാണ്. ജോബിനെ ബ്ലസ് ചെയ്യാം. അന്നേരം ഞങ്ങള് ഇപ്പൊ എന്റെ വൈഫിന്റെ പേരിലാണ് കയറിയിരിക്കുന്നത്. അന്നേരം 2 ഡിവൈസ് ആയിട്ട് കയറണോ അതോ ഒറ്റ ഡിവൈസ് ആയിട്ട് കയറിയാൽ മതിയോ? അത് ഒന്നായിട്ട് കയറിയാൽ മതി കേട്ടോ. ഒന്നിച്ചാണെങ്കിൽ ഒന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിങ്ങൾ പോകുമ്പം പിന്നെ മീറ്റിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഡിവൈസിൽ കയറാം. ഒന്നിച്ചൊരിക്കൽ ഒരിടത്താണെങ്കിൽ ഒന്നിച്ച് കയറുകയും ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നമില്ല. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന കാലത്ത് അതെല്ലാം ക്ലിയർ ആയി പറയണം. ഞാനത് ചോദിച്ചത് ഇപ്പം വൈഫിന്റെ പേരിലാണ് ഞാൻ ലോഗിൻ ചെയ്ത് കയറിയേക്കുന്നത്. അന്നേരം അറിയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. പരീക്ഷ വല്ലതും ഉണ്ടോ ഇടയ്ക്ക്? പരീക്ഷ നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. കാരണം ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഒരു എക്സാം സാധിക്കത്തില്ല. പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഒരു അസൈൻമെന്റിന്റെ കാര്യം. നമ്മളെ കോഴ്സ് അവസാനിക്കുമ്പോഴത്തേക്കും വിവിധ വിഷയങ്ങൾ തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം സെലക്ട് ചെയ്ത് ഒരു അസൈൻമെന്റ് സമർപ്പിച്ചാൽ നല്ലതായിരിക്കും. കാരണം എത്രമാത്രം നമ്മൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു എന്നൊക്കെ ഉള്ളതിന് വേണ്ടി നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ബൈ. പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്ക് ഇപ്പൊ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഏലിയാസ് OP ഞാൻ കണ്ടിരുന്നു. ഏലിയാസ് OP ഉണ്ടല്ലോ അല്ലേ? പ്രാർത്ഥിച്ച മീറ്റിംഗ് ആശീർവാദം പറഞ്ഞാട്ടെ. ഏലിയാസ് OP അച്ഛൻ പോയോ? വേറെ ആരാണ്? ദേവദാസന്മാർ ആരാ ഉള്ള? പ്രാർത്ഥിച്ചാട്ടെ. ആരുടെയും പ്രത്യേകം പേര്? അബ്രഹാം പേര് കാണുന്നു. പ്രാർത്ഥിക്കാൻ. ഓക്കെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ പ്രഭാതം ഒരു നിമിഷം വരെ ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ 1000 സ്ഥലങ്ങളിൽ ഭദ്രമായ ദൈവം ഞങ്ങളെ പരിപാലിച്ചുള്ള കർത്താവെ, ദൈവത്തിന് ആഴമായ സ്നേഹവും കൃപകളും അനുഗ്രഹവും നന്മകളൊക്കെ പ്രാപിപ്പാൻ കർത്താവെ, ആ ക്രിസ്തുവിന് വലിയ സ്നേഹത്തിലായിരിക്കാൻ ദൈവം ഞങ്ങൾ ഓരോരുത്തരും സഹായിച്ച് നന്ദിയോടെ ചോദിക്കുന്ന കർത്താവെ, അത് നൽകിയ എല്ലാ നന്മകൾക്കും കർത്താവെ, എല്ലാ ആത്മീയ ഭൗതിക നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും എല്ലാം നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, നൽകിയിട്ടുള്ള ആരോഗ്യ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, പ്രതികാതെ അടിയങ്ങളെ ദൈവമേ അവിടുത്തെ വലിയ രക്തത്തിൽ ഞങ്ങൾ വീണ്ടെടുത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, അതിന് പോലെ കർത്താവെ ഞങ്ങൾക്ക് വലിയ പദ്ധതി ഉണ്ടല്ലോ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, കാലം കർത്താവ് അടിയങ്ങളെ കേൾപ്പിച്ച് നല്ല ചിന്തകളെ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, അടിയങ്ങളെ കുറവുശാല നീക്കി കർത്താവെ, ഞങ്ങളുടെ നാമമഹത്വത്തിന് വേണ്ടി കർത്താവെ പ്രയോജനപ്പെടുവാൻ കർത്താവെ, അങ്ങയുടെ വലുപ്പത്തിൽ അധ്വാനിപ്പാൻ കർത്താവ്, അനേകരെ കർത്താവിലേക്ക് നേടുവാൻ കർത്താവെ,
അടിയങ്ങളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. അടിയങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും എല്ലാം കർത്താവേ ദൈവനാമ മഹത്വത്തിന് തീരുവാൻ കർത്താവേ ഇടയാക്കുകയും കർത്താവേ അടിയങ്ങളുടെ ഈ കോഴ്സുകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുമാറാകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നാനാത്ത ബാച്ചനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരും അനുഗ്രഹിക്കണം കർത്താവേ. ഹല്ലേലൂയ. അനേക പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ കൃപ കൊടുക്കണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അധ്യാപകരെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നല്ല ബുദ്ധിയും ജ്ഞാനവും അറിവും പകർന്ന കർത്താവേ അവരിലൂടെ അങ്ങ് സംസാരിക്കുമാറാകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ വ്യക്തികളെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അടിയുള്ള പ്രാർത്ഥന നന്ദി പറയുന്ന കർത്താവേ. സകല മാനവമോഹം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വിലയേറുന്ന നാമത്തിൽ തന്നെ ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാന്തരിക ദൈവത്തിന്റെ കൃപയും സ്നേഹവും കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രത്യേകാൽ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടെയും ദൈവദിനം പഠിപ്പിച്ച കർത്താവിനുദാസനോടുകൂടിയും മീറ്റിംഗ് ലീഡ് ചെയ്ത പ്രിയപ്പെട്ടവരോടെയും ഉദ്ഘാടനം ചെയ്ത കർത്താവിനുദാസനോടുകൂടിയും എല്ലാ പ്രിയപ്പെട്ടവരോടെയും ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്